എല്ലാവർക്കും നമസ്കാരം. രാമായണം 18-ാം ദിവസം. 4 അമാത്യരുമായി വിഭീഷണൻ ശ്രീരാമൻ ഇരിക്കുന്നതിന് നേരെ മുകളിലായി ആകാശത്തിൽ വന്ന് നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. രാവണനെ വിട്ട് രാമനെ അഭയം പ്രാപിക്കാനുണ്ടായ സാഹചര്യം വിഭീഷണൻ വിസ്തരിച്ചു. അങ്ങയുടെ ചരണാംബുജങ്ങളില്ലാതെ വേറെ എനിക്ക് ശരണമില്ല. സുഗ്രീവനും മറ്റു ചില വാനരപ്രമുഖർക്കും വിഭീഷണൻ പറഞ്ഞത് വിശ്വസിക്കാനായില്ല. രാക്ഷസന്മാർ സ്വതവേ മായാവികളാണ്, വിശ്വസിക്കരുത് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. പക്ഷെ മാരുതി ഉറപ്പു നൽകി, വിഭീഷണൻ ഉത്തമനാണ്, എല്ലാവിധത്തിലും ശരണം അർഹിക്കുന്നുണ്ട്. അതുതന്നെയായിരുന്നു രാമൻ്റെയും മനസ്സ്. ശരണം അഭ്യർത്ഥിച്ചു വരുന്നവർ ആരായാലും അഭയം കൊടുക്കുക തന്നെ വേണം. വിഭീഷണനെ ലങ്കാധിപനായി അഭിഷേകം ചെയ്യാനും അവിടുന്ന് തീരുമാനിച്ചു. അതിനുശേഷമാണ് രാവണൻ്റെ കൽപ്പന പ്രകാരം ശുഗൻ എന്ന രാക്ഷസൻ അവിടെ എത്തിയത്. രാവണൻ്റെ സന്ദേശം അവൻ സുഗ്രീവന് കൈമാറി. ഞാനും നീയും തമ്മിൽ ശത്രുതയില്ലാത്ത സ്ഥിതിക്ക് വാനര സൈന്യത്തെയും കൊണ്ട് നീ കിഷ്കിന്ധയിലേക്ക് മടങ്ങണം. ഞാൻ രാമപത്നിയെ കൊണ്ടുവന്ന കാര്യത്തിൽ നീ ഇടപെടേണ്ടതില്ല. ശുഗൻ്റെ വാക്കുകൾ വാനരന്മാരെ പ്രകോപിതരാക്കി. അവർ അവൻ്റെ മേൽ ചാടിക്കയറി പ്രഹരിക്കാൻ തുടങ്ങി. ശുഗൻ രാമനെ വിളിച്ച് ഉറക്കെ കരഞ്ഞു. രാമൻ വാനരന്മാരെ തടഞ്ഞു നിർത്തി. സുഗ്രീവൻ തനിക്ക് പറയാനുള്ളത് ശുഗനെ അറിയിച്ചു. രാമപത്നിയെ അപഹരിച്ച രാവണനെ രാമൻ വെറുതെ വിടുകയില്ല. ബാലിയെ കൊന്നതുമൂലം രാക്ഷസരാജനെയും രാമൻ നിഗ്രഹിക്കും. ശുഗൻ രാവണസന്നിധിയിലെത്തി എല്ലാ വർത്തമാനവും വഴിപോലെ അറിയിച്ചു. അത് കേട്ടതോടെ രാവണൻ ആശങ്കാകുലനായി. ഇനി എന്തു ചെയ്യേണ്ടു എന്ന ആലോചനയിൽ ആധി പൂണ്ടിരുന്നു. രാമലക്ഷ്മണന്മാരും കവികളും സമുദ്രം കടക്കാനുള്ള ആലോചന തുടങ്ങി. വരുണനെ പ്രസാദിപ്പിച്ചാൽ വഴി തരും. എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. 3 രാവും പകലും രാമൻ ഉപവാസമനുഷ്ഠിച്ച് സമുദ്രേശ്വരനായ വരുണനെ സ്തുതിച്ചു. വാരുതി പ്രസാദിച്ചില്ല. രാമൻ കോപം കൊണ്ട് ജ്വലിച്ച് ചാപബാണങ്ങൾ കയ്യിലെടുത്തു. ഞാൻ സമുദ്രത്തെ ഈ നിമിഷം ഭസ്മമാക്കും. രാമൻ്റെ രോഷം കണ്ട് ഭൂമി വിറച്ചു. സൂര്യൻ മങ്ങി. കടലിൽ മലപോലെ തിരകളുയർന്നു. ഉഗ്രങ്ങളായ ജലജീവികൾ പൊന്തി വന്നു. അപ്പോൾ ദിവ്യരൂപം കൊണ്ട് വരുണൻ പ്രത്യക്ഷപ്പെട്ടു. രാമദേവനെ വണങ്ങി നിന്ന് മാപ്പിരന്നു. തൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് താമസം വരുത്തിയതെന്ന് ബോധിപ്പിച്ചു. കടലിൽ സേതു നിർമ്മാണത്തിനുള്ള സൗകര്യം വരുണൻ ആദരപൂർവ്വം ചെയ്തു കൊടുത്തു. വിശ്വകർമാവിൻ്റെ പുത്രനായ നളനായിരുന്നു പാലം കെട്ടാനുള്ള ചുമതല. എല്ലാ ദിക്കിൽ നിന്നും വാനരന്മാർ കല്ലും മരവും പർവ്വതങ്ങൾ തന്നെയും പൊക്കിക്കൊണ്ടുവന്നു. ശോഭനമായ മുഹൂർത്തത്തിൽ സേതുബന്ധനം തുടങ്ങി. 5 ദിവസം കൊണ്ട് യാതൊരു പ്രയാസവും കൂടാതെ 100 യോജന നീളത്തിൽ അവർ ഒരു പാലം പണിതെടുത്തു. ഹനുമാന്റെ കണ്ഠത്തിൽ രാമൻ, അംഗദൻ്റെ കണ്ഠത്തിൽ ലക്ഷ്മണൻ, എല്ലാവരും സേതുവിൻ്റെ മുകളിൽ കൂടി നടന്ന് സമുദ്രം കടന്ന് സുബേല പർവ്വതത്തിലെത്തി. സുബേല പർവ്വതത്തിൽ നിന്നും രാമൻ ലങ്കയെ നോക്കി. ദേവേന്ദ്രൻ്റെ രാജധാനിക്കൊത്ത ലങ്കാപുരി എല്ലാവിധത്തിലും മനോഹരം, ഐശ്വര്യപൂർണം. തൻ്റെ കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ രത്നസിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന രാവണനെയും ദൂരെ നിന്ന് രാമൻ കണ്ടു. ഒരു നീല ശൈലം പോലെ 10 തലകളിലും ഉജ്ജ്വലമായ കിരീടങ്ങൾ. മന്ദഹാസം തൂയിക്കൊണ്ട് വാനരന്മാരോട് പറഞ്ഞു, എല്ലാ വർത്തമാനങ്ങളും ദശാനനെ അറിയിക്കുക. രാവണൻ താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ സുമാലി കടന്നു വന്നു. ഖിന്നനെങ്കിലും രാവണൻ മുത്തശ്ശനെ യഥാവധി സ്വീകരിച്ചു. ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ തുടരെ ദുർനിമിത്തങ്ങൾ കാണുന്നു. തൻ്റെ മനസ്സിലെ ഭയം രാക്ഷസ രാജാവിന് മുന്നിൽ അദ്ദേഹം തുറന്നു കാട്ടി. മഴ പെയ്യും പോലെ ചോര പെയ്യുന്നു. പശുക്കളിൽ നിന്ന് കഴുതകൾ ജനിക്കുന്നു. എലി പൂച്ചയെ എതിരിടുന്നു. ആപത്തുകാലമായി എന്ന് തീർച്ച. രാക്ഷസവംശത്തെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. വിദ്വേഷമെല്ലാം ത്യജിച്ച് നീ ശ്രീരാമനെ സേവിക്കണം. ഈ വിധം എന്നോട് സംസാരിക്കാൻ രാമനാണോ അങ്ങയെ ഇങ്ങോട്ട് അയച്ചത്? രാവണൻ കയർത്തു. തത്കാലം ഇതൊന്നും ഇപ്പോൾ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ആവശ്യമുള്ളപ്പോൾ വിളിപ്പിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. രാവണൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകൾ തട്ടിൽ അമാത്യന്മാരുമായി വന്നു നിന്നു. താഴെ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന രാക്ഷസവീരന്മാർ. രാവണൻ്റെ നിൽപ്പ് കണ്ട് രാമൻ കുപിതനായി. ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് വില്ല് വാങ്ങി നിമിഷാർത്ഥം കൊണ്ട് വെൺകൊറ്റക്കുടയും 10 കിരീടങ്ങളും അമ്പുകൊണ്ട് മുറിച്ചു താഴെ വീഴ്ത്തി. രാക്ഷസേശ്വരൻ നാണിച്ച് തല താഴ്ത്തി താഴേക്കിറങ്ങിപ്പോയി. രാഘവരാവണ യുദ്ധം തുടങ്ങി. വാനര സൈന്യം ലങ്കാപുരത്തെ വളഞ്ഞു. മുഷ്ടികൾ കൊണ്ടും മുസലങ്ങൾ കൊണ്ടും അവർ പോരടിച്ചു. പലതരത്തിലുള്ള അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ചക്രങ്ങൾ, ശക്തികൾ, ശൂലങ്ങൾ, വാളുകൾ, കുന്തങ്ങൾ. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ
വിദ്യുജിഹ്വൻ എന്ന മായാവിയുമായി രാവണൻ സീതയെ സമീപിച്ചു. രാമനെ യുദ്ധത്തിൽ വധിച്ചു എന്ന് പറഞ്ഞ് രാമശിരസ് ദേവിയുടെ മുന്നിൽ വെച്ചു. അത് മായാനിർമ്മിതമാണെന്നറിയാതെ ദേവി നിലവിളിച്ച് ബോധം കെട്ട് വീണു. രാവണൻ സ്ഥലം വിട്ടപ്പോൾ സരമ സീതയെ ആശ്വസിപ്പിച്ചു. രാമന് അപായം സംഭവിച്ചിട്ടില്ല, എല്ലാം രാവണൻ്റെ ചതിയാണ്. കരുണാനിധിയായ രാമൻ രാവണന് ഒരവസരം കൂടെ കൊടുത്തു. ദൂതനായി അംഗദനെ അയച്ചു. ഒന്നുകിൽ സീതയെ എൻ്റെ മുമ്പിൽ എത്തിച്ച് സന്ധിക്ക് തയ്യാറാവുക, അല്ലെങ്കിൽ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുക. അതുമല്ലെങ്കിൽ നിന്നോടുകൂടെ രാക്ഷസ സേനയെയും ലങ്കാനഗരത്തെയും ഞാൻ അതിവേഗം മുടിക്കുന്നതായിരിക്കും. ക്രുദ്ധനായ രാവണൻ അംഗദനെ കൊല്ലാൻ കൽപ്പന കൊടുത്തു. തന്നെ ബന്ധിക്കാൻ വന്ന രാക്ഷസന്മാരെ അംഗദൻ ചുഴറ്റി എറിഞ്ഞു. ആ കൊട്ടാരം തന്നെ തല്ലി തകർത്ത് വന്നതുപോലെ വേഗത്തിൽ രാമൻ്റെ അരികെ ചെന്ന് എത്തുകയും ചെയ്തു. ഇനി യുദ്ധത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട്.